ചിലർ ചില പ്രത്യേക ക്ഷേത്രങ്ങളിലെ നിത്യസന്ദർശകരായിരിക്കും. അവിടുത്തെ പശ്ചാത്തലവും അവിടുത്തെ മൂർത്തിയും അവരുടെ മനസ്സിന് നൽകുന്ന ശാന്തിയും സമാധാനവും മറ്റൊരിടത്തു നിന്നും കിട്ടില്ല. ജീവിതത്തിലെ സങ്കീർണങ്ങളായ മുഹൂർത്തങ്ങളിൽ അവർ ആ ദേവതയെ വിളിച്ചായിരിക്കും പ്രാർത്ഥിക്കുക. അവരുടെ മനസ്സിലെ ദൈവസങ്കല്പം മുഴുവൻ ആ ക്ഷേത്രത്തിലും അവിടുത്തെ മൂർത്തിയും കൂടി ചേർന്നിരിക്കും. ശക്തമായ ഇത്തരം ആത്മബന്ധം നൽകുന്ന കരുത്തും വിശ്വാസവും ചില്ലറയല്ല. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. പുണ്യഭൂമികളിലൂടെ ഒഴുകുന്ന നദികളൊക്കെയും പുണ്യനദികളാകുന്നു. അങ്ങനെ ഇവിടെ സംഗമിക്കുന്ന നദികളെല്ലാം മോക്ഷദായിനികളുമാകുന്നു. ഇവിടെ പമ്പയും മണിമലയാറും സംഗമിക്കുന്ന ഒരു പുണ്യദേശം സാക്ഷാൽ പരാശക്തി കുടികൊള്ളുന്ന ചക്കുളത്തുകാവ് തന്നെയാണ്. പുരാണങ്ങളിൽ പറയുന്ന ദേവിയുടെ നഗരമായ ശ്രീനഗരം പോലെ ദിവ്യശോഭയാർന്ന പുണ്യഭൂമി തന്നെയാണ് ചക്കുളത്തുകാവ്. സദാ ദേവീനാമം ഉരുവിട്ട് നിൽക്കുന്ന ചക്കുളത്തുകാവിലെ ഓരോ തന്മാത്രകളിലും ദേവീ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്നുവെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. ശരണം വിളികളുമായി ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകുന്നത് പോലെ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രങ്ങളിലൊന്നായ ചക്കുളത്തുകാവിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നത്. കുട്ടനാടിന്റെ സമീപ പ്രദേശങ്ങളിലൊന്നായ ചക്കുളത്തുകാവ് കുട്ടനാടിന്റെ മനോഹാരിത പോലെ അഴകാർന്ന ഭൂമി തന്നെയാണ്. സമൃദ്ധമായ കാർഷിക സംസ്കാരത്തിന്റെ പിൻതലമുറക്കാർ തന്നെയാണ് ഈ ദേശവാസികൾ. ദേവിയുടെ വൈഭവ കഥകൾ അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നിടങ്ങളൊക്കെ ഭൂമിയിലെ ദിവ്യ ചൈതന്യം നിറഞ്ഞ ഭൂപ്രദേശങ്ങൾ തന്നെയാണ്. ഇന്ന് ലോകത്താകമാനമുള്ള മലയാളികളുടെ ഹൃദയത്തിലെ പുണ്യഭൂപടങ്ങളിലൊന്നായ ചക്കുളത്ത് ദേവീ ചരിത്രം തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഇവിടത്തെ അതിപുരാതനവും സുപ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് നീരേറ്റുപുറം ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. കരതേടും ഓളങ്ങൾ പോലെ തിരുമുന്നിൽ ഞങ്ങൾ വരുന്നു ഉരുകും. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിന്റെ ചരിത്രവുമായി അടുത്തുള്ള സ്ഥലങ്ങളിലെ പേരിനു പോലും ബന്ധമുണ്ട്. വനമധ്യത്തിലുണ്ടായിരുന്ന കുളത്തിലെ വെള്ളത്തിന് ചക്കരയുടെ സ്വാദായിരുന്നു. അതുകൊണ്ട് അതിനെ ചക്കരക്കുളമെന്ന് വിളിച്ചു പോന്നു. ചക്കരക്കുളം ലോപിച്ച് ചക്കുളമായി. ചിതൽപുറ്റിൽ വിഗ്രഹത്തോടൊപ്പം കണ്ട വെള്ളമേറ്റി വരുന്ന സ്ഥലത്തിന് നീരേറ്റുപുറമെന്നും പേര് വന്നു. ക്ഷേത്ര പുനരുദ്ധാരണം 1981 നടത്തി. അഷ്ടബാഹുക്കളോടുകൂടിയ വനദുർഗയുടെ സ്വരൂപ വിഗ്രഹം ഇപ്പോൾ മൂലവിഗ്രഹത്തോട് ചേർത്താണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശിവൻ, ശാസ്താവ്, വിഷ്ണു, ഗണപതി, മുരുകൻ, യക്ഷി, സർപ്പദൈവങ്ങൾ, നവഗ്രഹങ്ങൾ തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ചക്കുളത്തുകാവിലമ്മയുടെ ഇന്നു കാണുന്ന ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന അതേ സ്ഥാനത്തു തന്നെയായിരുന്നു 4000 വർഷങ്ങൾക്ക് മുൻപ് വേടൻ കണ്ട കുളവും ചിതൽപുറ്റും സ്ഥിതി ചെയ്തിരുന്നത്. ഈ ചിതൽപുറ്റുടച്ച് ശ്രീ നാരദ മഹർഷി ആദിപരാശക്തിയായ ശ്രീ ദുർഗാ ഭഗവതിയുടെ സ്വയംഭൂവായ മൂലവിഗ്രഹം വേട കുടുംബത്തിനായി പ്രതിഷ്ഠിച്ചു കൊടുത്ത ഈ സ്ഥാനം അതുതന്നെയാണ് ചക്കുളത്തുകാവിലമ്മയുടെ മൂലസ്ഥാനം. കുളം നികത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ശ്രീകോവിലിരിക്കുന്നത്. ചിതൽപുറ്റു കണ്ട കുളക്കരയിൽ കരുണാമൃത രൂപമായി ദേവി അഷ്ടൈശ്വര്യ ദേവതയായി
ശക്തി സ്വരൂപിണിയായി വിരാജിച്ചരുളുന്നു. അതിവിശിഷ്ടമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ചക്കുളത്ത് ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. ശിവശക്തി സംഗമമാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനു കാരണമായ ശക്തീഭാവമായ സ്ത്രീകൾക്ക് വേണ്ടി ചക്കുളത്തുകാവിൽ നടത്തുന്ന അതിമഹത്തായ പൂജകളിലൊന്നാണ് നാരീപൂജ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ സ്ത്രീകൾക്കും ഇവിടെ ദേവീഭാവം തന്നെയാണ്. പട്ടമന ഇല്ലത്തെ തിരുമേനിമാരാണ് ചക്കുളത്തമ്മയുടെ പൂജാതി കർമ്മങ്ങളും താന്ത്രിക ക്രിയകളും നടത്തുന്നത്. ആദ്യ കുടുംബക്ഷേത്ര നടയിൽ വിളക്ക് വച്ച് വന്നിച്ച് പ്രാർത്ഥിച്ച ശേഷം വാദ്യമേളങ്ങളുടെയും കുത്തുവിളക്കിൻ്റെയും അകമ്പടിയോടെ നാലമ്പലം പ്രദക്ഷിണം വച്ച് ഉപദേവന്മാരെ വന്ദിച്ച് ശ്രീകോവിലിനു നടയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നട തൊട്ടു തൊഴുന്നു. ശേഷം നട തുറന്ന് മഹാദേവിയായ അമ്മയ്ക്ക് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു. ചക്കുളത്തമ്മയുടെ ഭക്തരും ഉപാസകരും മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസം ഈ തിരുനടയിൽ ഒത്തുചേരുന്നു. പാട്ടും ആട്ടവും കൂട്ടം കൂടിയുള്ള വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും നടത്തി ആദിപരാശക്തിയായ ചക്കുളത്തമ്മയുടെ സന്തോഷവും അനുഗ്രഹവും ഏറ്റുവാങ്ങുന്നു. ത്രിമൂർത്തികളും സകല ദേവീ ചൈതന്യങ്ങളും ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുളത്തമ്മയെ പൂജിക്കുന്നു. ഈ സങ്കല്പമുള്ളതിനാൽ ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുളത്തമ്മയുടെ തിരുസന്നിധിയിൽ മാത്രമേ വിളിച്ചുചൊല്ലി പ്രാർത്ഥന നടത്തുവാൻ പാടുള്ളൂ. ഈ വിശ്വാസം ഇന്നും ആചരിച്ചു പോരുകയാണ്. ഹൃദയം പോലെ ക്ഷേത്രത്തിനു പുറത്തായി ഒരു ഹനുമാൻ ക്ഷേത്രവും പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. ഭീമാകാരമായ ആഞ്ജനേയ പ്രതിഷ്ഠ ഭക്തർക്ക് പ്രത്യേക കാഴ്ചാനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിരവധി സവിശേഷ പൂജകളും ഭക്തർ സമർപ്പിക്കുന്നു. ഒരു സമയപരിധിക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ലല്ലോ ചക്കുളത്തമ്മയുടെ വൈഭവ കഥകൾ. അമ്മയുടെ ശക്തിവിശേഷങ്ങളും അവതാര കഥകളുമൊക്കെ കാലം പോലെ തന്നെ അനാദിയാണ്. ആദിപരാശക്തിയായ ദേവിയിൽ നിന്നു തന്നെയാണ് സമസ്ത ദേവഭാവങ്ങളും ഉത്ഭവിക്കുന്നത്. ദേവി കാളിയായും ദുർഗയായും ലക്ഷ്മിയായും പല യുഗങ്ങളിലും അവതരിക്കുന്നു. തിന്മകളിൽ നിന്നും നന്മകളിലേക്ക് നയിക്കുന്ന ദേവിയുടെ അവതാരങ്ങൾ നിരവധി സന്ദേശങ്ങളും അനുഗ്രഹങ്ങളുമാണല്ലോ ലോകത്തിന് നൽകിയിട്ടുള്ളത്. ദേവി ദയാമയി, ദേവി കൃപാമയി, നീ എന്നിൽ കൂടി ചിന്തിക്കണമേ, എന്നിൽ കൂടി പ്രവർത്തിക്കണമേ. എൻ്റെ ആത്മബോധങ്ങളിൽ നിന്റെ നാമം നിറഞ്ഞു നിൽക്കണമേ. അണയാനാളും ദീപം അടിയന്റെ ഹൃദയം പോലെ പടുതിരിയാകും മുൻപേ എണ്ണയൊഴിച്ചു തെളിക്കുക ദേവി, അണയാനാളും ദീപം. അങ്ങനെ ചക്കുളത്ത് ദേവീ ദർശനം പുണ്യദർശനമാകുമ്പോൾ ദേവിയുടെ സർവഭാവങ്ങളും ഭക്തമാനസങ്ങളിൽ നിറയുന്നു.